വീഡിയോയില് കണ്ടിട്ടുണ്ടാ? വീഡിയോയില് കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്തായാലും കട്ട് ചെയ്യാണ്ടിടും. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കുറച്ച് ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കുട്ടികളുടെ തായമ്പക അരങ്ങേറ്റത്തിന് ശേഷം വീണ്ടും ഒരു അമ്പലത്തിൽ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നും ആ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ അരങ്ങേറ്റത്തിനേക്കാൾ നന്നായിട്ട് നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ കുറേ നല്ല നല്ല കാഴ്ചകളും കുറേ ആൾക്കാരനെയൊക്കെ നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവസാനം വരെ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രാത്രിയാണ്, നല്ല പോലെ രാത്രിയായിട്ടായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി ഇടയ്ക്ക് കയറിയതാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സജിത്തേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും അച്ഛനും അമ്മയും കുട്ടികളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സജിത്തേട്ടന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടനകത്ത് വെള്ളാമ്പുള്ളിക്കാവ് എന്ന് പേരുള്ള ഒരു അമ്പലം അവിടെ വെച്ചിട്ടാണ്. അവിടെ താലപ്പൊലി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 15 ദിവസം കളമ്പാട്ട് ഉണ്ട്, അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തായമ്പക ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മളിനെയും അങ്ങോട്ട് വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുട്ടികൾ എന്തായാലും അമ്പലത്തിൽ തായമ്പകയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇതാണല്ലേ തായമ്പക വെട്ടണ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും സ്നേഹം അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിട്ട് പാറുവിനെയും പ്രതുവിനെയും വന്നിട്ട് പരിചയപ്പെടുക, നമ്മളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അങ്ങനെ ഭയങ്കര സ്നേഹമായിട്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറേ പേര് കുറച്ച് പേരൊക്കെ നമ്മളുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. അവിടെ കണ്ടനകം തന്നെ ഉള്ള നമ്മളുടെ റിലേറ്റീവ്സാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നിട്ട് അവരുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ ആ സ്നേഹം അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. നല്ലൊരു അന്തരീക്ഷമായിരുന്നു മൊത്തത്തിൽ അവിടെ കേട്ടോ. അതിപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമ്മളെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് നമ്മളതിനെ ഒരാൾ വരവേൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അല്ലേ. നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അങ്ങനെ ചെല്ലുമ്പോൾ, കാണുമ്പോൾ തന്നെ. അതുപോലെയാണ് മനസ്സ് നിറഞ്ഞു ശരിക്കും ചെന്നപ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞു, എല്ലാവരുടെ അടുത്തും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാരാന്നുള്ളത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും, മറന്നിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. അവരെന്നെ പഠിപ്പിച്ച ഗുരുവാണ് വിനോദ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പം എന്താ പറയുക, ഗുരുവും കൂടെ ഉണ്ടാവുക കാരണം അത് കുട്ടികൾക്ക് എന്തായാലും ഒരു സപ്പോർട്ട് കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ വിളിച്ച സമയത്ത് വിനോദും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്ക് നല്ലൊരു സപ്പോർട്ട് തന്നെ ആയിരുന്നു അത്, വിനോദം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് തായമ്പക കാണാൻ വേണ്ടിയിട്ട് തന്നെയാവും. അപ്പോൾ നമ്മളവിടെ പുറത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ സമയം കളയാണ്ട് പാറുവിൻ്റെയും പ്രതുവിൻ്റെയും തായമ്പകയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും അത് കാണാം കേട്ടോ.
ഭംഗിയായിട്ട് തായമ്പക അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തായമ്പകയുടെ കഴിഞ്ഞോട് കൂടിയിട്ട് തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുട്ടികളുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ, ഓരോരോ സമ്മാനങ്ങളായിട്ട്. അപ്പോൾ നമ്മളിതൊന്നും എക്സ്പെക്റ്റ് ചെയ്യണേ ഇല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ. കാരണം നമ്മൾ അന്ന് അരങ്ങേറ്റം ഉണ്ടായ സമയത്ത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ എന്താ പറയുക, ജസ്റ്റ് അരങ്ങേറ്റം ഉണ്ടായി അത്രമാത്രം. ഇതങ്ങനെയല്ല, ഓരോന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ഓരോരുത്തരായിട്ട് വന്നത് ഉഷാറായിരുന്നു മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരോരോരോ സമ്മാനങ്ങൾ കൊടുക്കുക. കുട്ടികൾക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർക്കത് ഭയങ്കര വലിയ കാര്യമായിരിക്കും. അപ്പോൾ അവരുടെ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് ഇങ്ങനെ കാണാമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളെന്നെ വിളിച്ച് നമ്മൾ പോയി അത്രമാത്രം. ഇത്രയും ഒരു ഇങ്ങനെ ഉണ്ട് ഓരോരോ ഇതായിട്ട് വലിയ മൊമെൻറ്റൊക്കെ ആയിരുന്നു കേട്ടോ. രണ്ടുപേർക്കും അവരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നല്ല വലിയ മൊമെൻറ്റൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായി. എനിക്ക് അറിഞ്ഞൂടാ അത് എത്രയാണ് പറയേണ്ടത് എന്നുള്ളത്. ശരിക്കും എന്താ പറയുക, ശരിക്കും വല്ലാത്തൊരു സന്തോഷം അതന്നെ പറയാം. പിന്നെ ഓരോരുത്തരെയും വാക്കുകൾ, ഓരോരുത്തരും വന്നിട്ട് കുട്ടികളുടെ അടുത്ത് വന്നിട്ട് വളരെ നന്നായിരുന്നു മക്കളെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം, അത് കേൾക്കുമ്പോൾ അവരുടെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അത് മനസ്സിലാവുന്നതായിരിക്കണം. അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും തന്നെ ആകെ ഒരു അത്ഭുതമായിരുന്നു. എല്ലാവരും വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ കണ്ടോ, രണ്ടുപേരും ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് കേട്ടോ അപ്പുവേട്ടൻ. അപ്പോൾ അപ്പുവേട്ടൻ നമ്മളുടെ റിലേറ്റീവ് തന്നെയാണ്. അപ്പോൾ അപ്പുവേട്ടനാണ് അവിടെ അമ്പലത്തിൽ ഇങ്ങനെ തായമ്പകയുടെ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മൾ 2 കുട്ടികളുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരമൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് എല്ലാവരോടും എന്താ പറയുക, എല്ലാവരും കാണുമായിരിക്കും നമ്മുടെ വീഡിയോ എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരോടും അതിൻ്റെ ആ ഒരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. കാരണം ഇല്ലച്ചെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞും പറഞ്ഞും ഒക്കെ തന്നെയല്ലേ ഇങ്ങനെ ഇവർ രണ്ടുപേരും പാറും പ്രതും ചെണ്ടകൊട്ടും തായമ്പക കൊട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് തന്നെയല്ലേ എല്ലാവരും അറിയാം. അപ്പോൾ അതിന് ഓർത്ത് ഇങ്ങനെ ഒരു അവസരം തന്ന അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അവരെന്നെ എല്ലാവരെയും ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ, നമ്മളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ടീമാണ് തായമ്പകയുടെ. വിനോദിനെ പിന്നെ ഗുരുവിനെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാവരും നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അതുകൊണ്ട് അവർക്ക് കൊട്ടാൻ പറ്റി. എന്തായാലും ഒരുപാട് സന്തോഷം. അതെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണത്. ഓക്കെ ഞാൻ തായമ്പയ്ക്ക് 10 മേള കൂട്ട സഹായിച്ചതിന് താങ്ക്സ് പറയാം. ഹെൽത്താളും പിടിക്കും ഇതുപോലൊരു ഗുരുവിനെ വേറെ കിട്ടില്ല എന്നുള്ളത് ഞാനന്ന് അരങ്ങേറ്റം ഉണ്ടായ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വിനോദ് എന്ന് പറയുന്നത് ശരിക്കും ഒരു തായമ്പക പഠിപ്പിക്കുന്ന, ചെണ്ട പഠിപ്പിക്കുന്ന ഒരു സാറ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നല്ലൊരു വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ എങ്ങനെ ആവണം, ആ രീതിയിലൊക്കെയുള്ള പല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. ശരിക്കും അവർക്ക് പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ വരുന്ന സമയത്ത് അവരോട് പകുതി സമയമാണ് ശരിക്കും ഇത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. ബാക്കി പകുതി സമയം അവരുടെ അടുത്ത് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുകയ്യ, പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. വിനോദ് വന്ന് പോകുമ്പോഴേക്കും പല കാര്യങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ നല്ല ഒരു ഗുരു തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയ സമയത്ത് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരേനെ നമുക്ക് വിനോദ് തന്നെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഒരുപാട് പേരെ പെടാനുള്ള അവസരമൊക്കെ നമുക്ക് ഉണ്ടായി. കുട്ടികൾക്ക് അവരൊക്കെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങിക്കാനും അവരൊക്കെ പരിചയപ്പെടാനും ഒക്കെ നമ്മളുടെ ഇനിയുള്ള ജീവിതത്തിലേക്ക് അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പോയിട്ടുണ്ടായി കേട്ടോ. ഇതാണ് ഇതുവരെ കാണാത്ത വല്യമ്മ. ഉണ്ടായിട്ടുണ്ടോ? വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? വീഡിയോയിൽ
ഇത് ഞാൻ എന്തായാലും കട്ട് ചെയ്യാണ്ടിടും. ഇതാണ് സൈത്തേട്ടൻ്റെ എഴുത്തിയമ്മ, അതായത് എൻ്റെയും എഴുത്തിയമ്മ എന്ന് പറയണ റീന ചേച്ചി. എല്ലാവരും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൈത്തേട്ടൻ്റെ ഏട്ടനെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ എഴുത്തിയമ്മയാണ്. ഏട്ടനെ കണ്ടിട്ടുണ്ട്, അന്ന് ഓണത്തിൻ്റെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതെ, ഇനി കുട്ടികളും കൂടി ഉണ്ട്, അവരുടെയും കൂടി കാണിക്കാണ്ട്. അവർ മെയ് മാസത്തിൽ. അതെ, ഇപ്പോൾ അവർ ബാംഗ്ലൂരാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ഊട്ടിയിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ. വല്യമ്മയാണ് ഇങ്ങോട്ട് വിളിച്ചത് അല്ലേ പാറു ബ്രദു? ഓ, വല്യമ്മയ്ക്ക് അതാണ് സന്തോഷം, വല്യമ്മയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ആ, അപ്പം ഞാൻ നമ്മുടെ വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ഈ വെള്ളാമ്പുള്ളിക്കാവിൽ താലപ്പൊലിയുടെ മുന്നേയുള്ള 15 ദിവസങ്ങളിലാണ് ഈ കളമ്പാട്ട് നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ തായമ്പക, ഡെയിലി തായമ്പക ഉണ്ടാകും അതിനോടനുബന്ധിച്ചിട്ട് തന്നെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടെങ്കിൽ അവിടെ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാവരുമൊക്കെ ആയിട്ട് കുറേ ലേഡീസിനെ അവിടെ കാണാമല്ലേ. അപ്പം എല്ലാവരും കൂടെ നിന്നിട്ട് താലമൊക്കെ എടുത്ത് അങ്ങനെ ഇനിയും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ കളം വരച്ചത് ഞാൻ നേരത്തെ കാണിച്ചുല്ലോ, ആ കളം മായ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിതിൽ കാണാം.
ഞാൻ പലപ്പോഴും നമ്മളുടെ വീഡിയോയിൽ പറയാറുള്ള പോലെ തന്നെ വീഡിയോ എടുക്കുന്നത് ഞാനാണെങ്കിൽ കൂടി നമ്മളുടെ വീഡിയോയിൽ എന്നെ കാണുന്നത് വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും പ്രതു വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഭാഗത്ത് എന്നെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ റീന ചേച്ചിനെ പറ്റി പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, സൈത്തേട്ടൻ്റെ ഏടത്തിയമ്മയാണ്. പക്ഷേ ആ ഒരു റിലേഷൻ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, അതായത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ മുമ്പ് തന്നെ എനിക്ക് റീന ചേച്ചിനെ അറിയാം. നമ്മൾ റിലേറ്റീവ്സാണ്. അപ്പോൾ രണ്ട് വകയ്ക്കും റിലേറ്റീവ്സാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അവർ സൈത്തേട്ടൻ്റെ ഏട്ടൻ അജിത്തേട്ടനും റീന ചേച്ചിയും കുട്ടികളും ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമുക്ക് നമ്മൾ വീഡിയോയിലൊന്നും ഇതുവരെ കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അജിത്തേട്ടനെ നമ്മൾ ഓണത്തിൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മറ്റേ വല്യമ്മയുടെ ഒക്കെ അടുത്ത് പോയിട്ട്. മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും. ഇനി കുട്ടികളുണ്ട് കേട്ടോ, മക്കളുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമ്മൾ കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും വെക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് എന്തായാലും വീഡിയോസൊക്കെ എടുക്കണം, ഒന്നിച്ചങ്ങനെ കാണണം. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നല്ലാണ്ട് അങ്ങനെ വീഡിയോ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ കാണാൻ പറ്റാതിരുന്നത് കേട്ടോ. കണ്ട വായിച്ചു കണ്ട ആ
പോവല്ലേ പോവല്ലേ. അങ്ങനെ വളരെ ഭംഗിയായിട്ട് തായമ്പൊക്കെയൊക്കെ കഴിഞ്ഞു. ഒരുപാട് മനസ്സ് നിറഞ്ഞ് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസം തന്നെ പറയാം. കുട്ടികൾക്കാണെങ്കിലും അതെ, നമ്മൾക്കാണെങ്കിലും അതെ. അവരുടെ എല്ലാവരുടെയും പെരുമാറ്റം കൊണ്ടും എല്ലാം കൊണ്ടും, പിന്നെ കുട്ടികളാണെന്ന് നല്ലപോലെ അവർക്ക് പെർഫോം ചെയ്യാനും പറ്റി. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും നല്ല ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസം. പിന്നെ 45 മിനിറ്റിലധികമുള്ള തായമ്പകയാണ് വളരെ ചുരുക്കി 10 മിനിറ്റിൽ ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഒരുപാട് കാണിക്കുമ്പോൾ കാണുന്നവർക്കത് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് അത്രേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. കാരണം ഒരുപാട് ലെങ്തി ആയി പോവില്ലേ, ആ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ തായമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രി 1 മണിയായിരുന്നു കേട്ടോ സമയം. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പറയണം. വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളുടെ പെർഫോമൻസെന്നും അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ എന്തായാലും ഓരോരുത്തരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും വാക്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് അതൊരു പ്രോത്സാഹനം കൂടിയാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല സ്റ്റേജുകൾ അവർക്ക് കിട്ടട്ടെ, പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്യാൻ പറ്റട്ടെ, അതൊക്കെ തന്നെയല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം. ബായ്.